Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ IDFC ബാങ്കിന്റെ HPCL ഫസ്റ്റ് പവർ കാർഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ IDFC ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കൂടി ടൈ അപ്പ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന പുതിയ നമ്മുടെ കോബ്രാന്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണ്, നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇവർക്ക് രണ്ട് മോഡൽ വരുന്നുണ്ട്, ഒരു പ്ലസ് ക്രെഡിറ്റ് കാർഡും വരുന്നുണ്ട്, ഒരു വേറെ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആക്ച്വലി പ്ലസ് ക്രെഡിറ്റ് കാർഡാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ലെവൽ കാർഡ് തന്നെയാണ് അത്യാവശ്യം വാല്യൂ ഫോർ മണി തരുന്നത് കിട്ടുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പവർ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പവർ പ്ലസ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താ ആദ്യം നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ജോയിൻറ്റ് ഫീസും അനിയൻ ഫീസും വരുന്നത് 400 പ്ലസ് GST ആണ് വരുന്നത്. 499 പ്ലസ് GST ആണ് വരുന്നത്. നമ്മുടെ നോർമൽ ഇപ്പോൾ ബാക്കിയുള്ള SBIയുടെ BPCL കാർഡ് പോലെ തന്നെ നമുക്ക് 490 അത് എൻട്രി ലെവൽ കാർഡാണല്ലോ. നമുക്കിത് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ റിവാർഡ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ആണ്. വെൽക്കം ബെനിഫിറ്റ് എന്താ വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് HPCL പമ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അത് എടുത്ത് പറയണം, HPCLൻ്റെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറെ വെൽക്കം ബെനിഫിറ്റ് എന്ന് പറയുന്നത് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഫസ്റ്റ് EMI ട്രാൻസാക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മീൻ അത് മാക്സിമം നമുക്ക് 1000 രൂപ കിട്ടുള്ളൂ. 5% എന്ന് പറയുമ്പോൾ വലിയ സംഭവം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കിട്ടില്ല. അതായത് മാക്സിമം ക്യാപ്പിംഗ് വെച്ചിട്ടുണ്ട് 1000 രൂപ മാക്സിമം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ റിവാർഡ് ആൻഡ് ബെനിഫിറ്റിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് പോവാം. മൂവി ഡൈനിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 25% തന്നെ മൂവി ടിക്കറ്റ് അപ് ടു 100 rupees വൺസ് പെർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വിഗ്ഗിയിൽ 150 രൂപയുടെ ഡിസ്കൗണ്ട് ഓർഡർ അബോ 500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റിവാർഡ് റിട്ടംഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 99 രൂപയുടെ റിവാർഡ് റിട്ടംഷൻ റേറ്റ് നമുക്ക് വരുന്നുണ്ട്. അതായത് റിവാർഡ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് ഫ്രീ അല്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ചസ് നമുക്ക് ക്വാർട്ടറിൽ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് നമുക്ക് ലോണ് 2 ലക്ഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് 25,000 രൂപയുടെ ഒരു കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഈ കാർഡിന് കൂടെ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് റോഡ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ റിവാർഡ് റേറ്റിനെ കുറിച്ചാണ്. അതായത് നമുക്ക് 5% റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് ഗ്രോസറീസും യൂട്ടിലിറ്റി എക്സ്പെൻസിലും നമുക്ക് നമ്മൾ പെർ മന്തിൽ മാക്സിമം 2000 രൂപ വരെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് IDFCയുടെ ഫസ്റ്റ് ബാങ്കിൻ്റെ ഫാസ്റ്റ് ടാഗ് റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അത് ക്യാപ്പിംഗ് ഉണ്ട്, മാക്സിമം 1000 പെർ മന്താണ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി എല്ലാത്തിനും നമുക്ക് 3x വാർഡ് പോയിന്റ്സ് ആണ് അതർ റീറ്റെയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ റിവാർഡ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫീസും ചാർജസിലേക്കും പോവാം. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഒരു ഫീസിൻ്റെ ആ ഒരു റിവാർഡ് റിഡംഷൻ ഫീസ് 99 രൂപ പ്ലസ് GST ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ആനുവൽ സ്പെൻഡ് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിൽ 1,80,000 രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യണം. അത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 0.7 to 3.5% ആണ് വരുന്നത്. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ഇൻട്രസ്റ്റും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക ഡ്യൂ ഡേറ്റിന് മുമ്പ് എമൗണ്ട് അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ EMI അങ്ങനെയൊക്കെ സംഭവത്തിനാണ് ഈ ഇൻട്രസ്റ്റ് ബാധകമാവുക. ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട് 1%. അതും ക്യാപ്പിംഗ് ഉണ്ട്, മാക്സിമം 10,000 കിട്ടുള്ളൂ കേട്ടോ. ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ATM കാർഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ മിനിമം 1,199 രൂപ മിനിമം ക്യാഷ് അഡ്വാൻസ് ഫീ വരും കേട്ടോ. ഇതാണ് ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ഈ കാർഡുകളുടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക ബേസിക് കാറ്റഗറിയിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു HPCLൻ്റെ കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്ത് പറയട്ടെ, ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡിൽ അത്യാവശ്യം ഭയങ്കര ബെനിഫിറ്റ് തരുന്ന കാർഡുകളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ആവറേജ് കാർഡുകൾ തന്നെയാണ്. ഇപ്പോൾ HPCLൻ്റെ വേറെ കാർഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ BOBയുടെ എനർജിയ കാർഡ് ഉണ്ട്. ഞാൻ അത് അൺബോക്സിംഗ് ആൾക്ക് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കറക്റ്റായിട്ട് റിവാർഡ് പോയിന്റ്സ് കാര്യങ്ങളൊന്നും കയറുന്നുണ്ടെന്നില്ല. പക്ഷേ ഓവറോൾ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ നല്ല കാർഡ് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് BOBയുടെ കാർഡുകൾക്ക് അത്യാവശ്യം എന്താ പറയുക നമുക്ക് ഇൻകം പ്രൂഫ് അങ്ങനെ സംഭവങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടായാൽ മതി. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ ഒരു മിനിമം സിബിൽ സ്കോർ പറയുന്നത് 730 above ആണ്. 21 മിനിമം ഏജ് പറയുന്നത്. എന്താ പറയുക സാലറി 15,000 ആണ് മിനിമം പറയുന്നത്. അത് എന്താ പറയുക സെൽഫ് എംപ്ലോയ്ഡ് ആയാലും കിട്ടും കേട്ടോ. ITR ഫയൽ ഉണ്ടായാൽ മതി. പിന്നെ ബാക്കി മെയിൻ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെഫറൽ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാട്ടെ. നമ്മുടെ ഒരു 𝑧-ആപ്പിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത്. നമുക്ക് 𝑧-ആപ്പിൽ ലിങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കറക്റ്റായിട്ട് വേണമെങ്കിൽ റെഫറൽ ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിബിൽ സ്കോർ ശ്രദ്ധിക്കാൻ മറക്കണ്ട. മിനിമം 730 ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും നമ്മളോട് ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നെ 200 താഴെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനേ പോകണ്ട. എന്താ വെച്ചാൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും ക്രെഡിറ്റ് കാർഡുകളൊക്കെ.
അപ്പോൾ ഇതാണ് നമ്മുടെ IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് പവർ കാർഡുകളുടെ ഡീറ്റെയിൽസ് ഇട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണത്തോടെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതൊരു പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അത് നിങ്ങൾക്ക് പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയാണ്. ബൈ.